അമ്മയെ മോള് വിഷമിപ്പിക്കരുത്. അത്രയേറെ അമ്മ മോളെ സ്നേഹിക്കുന്നുണ്ട്. അമ്മേ, അമ്മയുടെ പൊന്നു മോളാ നീ. സോറി അമ്മേ. സാരമില്ല, അമ്മയുടെ മോളല്ലേ. ഇപ്പൊ മോള് അനാഥയല്ല. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇനി ഇതുപോലെ ഓരോന്ന് ചോദിച്ച് അമ്മയെ സങ്കടപ്പെടുത്തരുത്. സ്വാമിജി, മോളെ കൊണ്ടുപോയി ആശ്രമമൊക്കെ ഒന്ന് കാണിക്കും. ആ, ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. മോൾക്ക് അവരെയൊക്കെ ഒന്ന് കാണണ്ടേ? ചെല്ല്. വാ ചെല്ലും. പോവാ. ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ ഒരു വഴിയും കണ്ടില്ല. അതാ. സാരമില്ല. കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് അവളുടെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം ഇതോടെ മാഞ്ഞു പോകും. അന്വേഷണങ്ങളെല്ലാം ഇവിടെ അവസാനിക്കും. അവസാനിക്കണം. ഇനി ഒരു ചോദ്യം പോലും അവളുടെ മനസ്സിലുണ്ടാവരുത്. സ്വാമിജി എനിക്ക് വേണ്ടി ഒരു ചെറിയ കള്ളം പറഞ്ഞു. അതിനുവേണ്ടി പരിഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇത്രയും തുക ഞാനും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും തരേണ്ടതെന്റെ കടമയല്ലേ സ്വാമിജി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മോളെ അന്വേഷിച്ച് രണ്ടുപേരൂടെ വന്നിരുന്നു. സത്യത്തിൽ ആരാണ് കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചത്? കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണ്? ഞങ്ങളോട് സത്യം പറയുന്നത് കൊണ്ട് സ്വാമിജിക്കോ ആ കുട്ടിക്കോ അതിനെ ഇപ്പൊ ദത്തെടുത്ത സ്ത്രീക്കോ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവന്തിക ദത്തെടുത്ത കാര്യം എനിക്ക് അവരോട് പറയേണ്ടി വന്നു. ബർത്ത് സർട്ടിഫിക്കറ്റും കാണിച്ചു. അവരുടെ സംശയങ്ങളെല്ലാം അവിടെ തീർന്നു. അതില് ആ വന്ന പെൺകുട്ടി വക്കീല. എനിക്ക് മനസ്സിലായി സ്വാമിജി അതാരാണെന്ന്. ആരൊക്കെ എന്തൊക്കെ അന്വേഷിച്ചാലും ഇനി ചിപ്പിമോളുടെ അവകാശം പറഞ്ഞ ആരും വരില്ല. എന്റെ മോള് എന്റേത് മാത്ര. മറ്റാർക്കും അവളുടെ മേൽ ഒരു അവകാശവും ഇല്ല. സമൃദ്ധിയുടെ ഭർത്താവ് ഉറപ്പായിട്ടും വരും. അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അയാളെ അളിയന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയ ഗൂഗിൾ ചടങ്ങ് നടക്കാതെ പോയതിൽ ഗൂഗിളിന് വിഷമമുണ്ടല്ലേ? ഹേയ്, സാരമില്ല. സമയമായി കാണില്ലായിരിക്കും. അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനിയിപ്പോ ഉടനെങ്ങും നടക്കാനും പോകുന്നില്ല. ആ, സമയം വരട്ടെ. വിധിയുണ്ടെങ്കിൽ നടക്കും. ഇപ്പൊ നടന്നില്ല എന്ന് കരുതി ഒരിക്കലും നടക്കില്ല എന്നല്ലല്ലോ. നമ്മുടെ വീട്ടിലൊരാള് ഈ അവസ്ഥയിൽ കിടക്കുമ്പോ നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ശരിയല്ല. ഗൂഗിൾ വിഷമിക്കണ്ട. ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. എങ്കിൽ മാത്രമേ നടക്കൂ. ഞാനെന്ന് അടുക്കളയിലേക്ക് ചെല്ലട്ടെ, കുറച്ച് ജോലിയുണ്ട്. ശരിക്കും എന്താ സംഭവിച്ചത്? ജീപ്പിൽ പോകുമ്പോ അവരാക്രമിക്കാൻ ശ്രമിച്ചു അല്ലേ? അവരെത്ര പേരുണ്ടായിരുന്നു?
4. മൂന്നല്ലേ? നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് വല്ല സൂചനയുണ്ടോ? നാളെ നീ കാരണം ആരെങ്കിലും ഈ കുടുംബത്തിൽ വേദനിക്കാനിട വന്ന എന്റെ പെങ്ങടെ താലിച്ചരടിൽ കടിച്ചു തോന്നിക്കിടന്നതിന്റെ ഒരു ദയം നിന്നോട് ഞാൻ കാണിക്കില്ല. പോലീസ് യൂണിഫോം ഇടാൻ പിന്നെ ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കില്ല. സംശയിക്കാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് മാഡം. ഞങ്ങളുടെ കല്യാണത്തിന് വീട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. സച്ചി എന്ന് പറയുന്ന ഒരാളെ സംശയമുണ്ടോ? അന്ന് ഏട്ടനെ ക്വാർട്ടേഴ്സിൽ കയറി കൊല്ലാൻ ശ്രമിച്ചത് ഈ സച്ചിയാണോന്ന് ഏട്ടന്റെ സംശയം ഉണ്ടായിരുന്നു. ആണോ? അയാളാണോ? അല്ല അല്ലേ? പിന്നെ വേറെ ആർക്കാ നിങ്ങളോട് ഇത്ര ശത്രുത? നിങ്ങൾ അവസാനമായി കാണാൻ പോയത് അവന്തിക എന്നൊരു സ്ത്രീയായിരുന്നല്ലോ. എന്തിനാ നിങ്ങൾ തമ്മിൽ കണ്ടത്?